ഹലോ ഡിയർ വൺസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. ഇന്ന് കുറച്ചധികം ജോലികൾ തന്നെ ഉണ്ട്. സാധാരണ കണക്ക് ഞാൻ രാവിലെ അരി അടുപ്പയിട്ടു. അതിന് ശേഷമാണ് ഞാൻ കറിക്കും രാവിലത്തെ പ്രാതലിനും ഒക്കെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ അത് ഇന്നത്തേക്കുള്ളത് മാറ്റുക, ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതൊക്കെ അങ്ങനെ എടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് രാവിലെ ചെയ്യുന്നത്. രാവിലെ സാമ്പാർ, ചട്ടിനി, പിന്നീട് ദോശ, ഇഡലി, ഇത് ഇത്രയും ഉണ്ടാക്കുന്നുണ്ട്. ദോശ ഇഡലിയും ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. കുറച്ച് പാക്ക് ചെയ്ത് 1-2 പേർക്ക് കൊടുത്തു വിടാനുണ്ട്. അതിനായിട്ട് ഇച്ചിരി കൂടുതൽ തന്നെ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന്. ഫ്രിഡ്ജിൽ വെക്കേണ്ട പച്ചക്കറികളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അതിനുശേഷം സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സാമ്പാറിന് അടുപ്പിലാക്കി. ഇന്നലെ ആട്ടി വെച്ച മാവാണ് ദോശയ്ക്കും ഇഡലിക്കും ആയിട്ടാണ്. ആദ്യം ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ദോശ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ, അതുകൊണ്ട് ഇഡലിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇഡലിക്കുള്ളത് റെഡിയാവുന്നുണ്ട്. ഇത് സാമ്പാറിന് കടുക് വറുത്തു, അതിനുശേഷം ചമ്മന്തിക്കുള്ള കടുക് വറുത്ത് അതിനകത്തോട്ട് ചമ്മന്തിക്കുള്ള കൂട്ടും ഒഴിച്ചു. പിന്നീടാണ് ദോശ ഉണ്ടാക്കിയത്. ദോശ അപ്പുറത്തൂടെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം റെഡിയായി. അതിനകം തന്നെ ഞാൻ കൊടുത്തു വിടേണ്ടിടത്തും കൊടുത്തു വിട്ടു. നമുക്ക് കഴിക്കാനുള്ളതും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഉച്ചക്കലത്തേക്കുള്ള മീനും സാധനങ്ങളും എല്ലാം നോക്കുന്നത്. മീനെല്ലാം വെട്ടിയതിന് ശേഷം ഞാൻ കറിക്ക് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് കൊഞ്ചും മുരിങ്ങയ്ക്കയും മാങ്ങയും ഇട്ടുള്ള കറിയും, കരിമീൻ പാലൊഴിച്ച കറിയും, പിന്നെ ബീട്രൂട്ട് തോരനും, ചീനി ഉടച്ചതും, മോരും ഒക്കെ കാച്ചുന്നുണ്ട്. പിന്നെ ബീഫ് ഇട്ടിട്ടുണ്ട്. ബീഫും കറി വെക്കണം. ഈ 4 അടുപ്പിൻ്റെ ആയതുകൊണ്ട് എല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. 4 അടുപ്പിലും കൂടി വെക്കാം. പിന്നെ വിറകടുപ്പും ഉണ്ടല്ലോ, അതിനകത്ത് ചോറ് വേവുന്നുണ്ട്. ഇത് റെഡിയാവുന്നതിനനുസരിച്ച് ചോറ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അടുപ്പിലോട്ട് കൊണ്ട് വെക്കാൻ ചെയ്യാം. ഞാൻ കൂടുതലും ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ എനിക്ക് അടുപ്പിലെല്ലാം വെക്കാൻ ഇഷ്ടം. അങ്ങനെ കറികളൊക്കെ അടുപ്പിൽ വെക്കാനും തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അടുപ്പിൽ വയ്ക്കും. പിന്നെ ഇപ്പം ഗ്യാസിനും ബുദ്ധിമുട്ടാണല്ലോ. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ഏത് മീനിനാണെങ്കിലും ഏത് മീനിനാണെങ്കിലും നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഇച്ചിരി നല്ല ചാറും കാണും, പിന്നെ എരിവും കുറവായിരിക്കും. നമുക്ക് നല്ലോണം കൂട്ടാൻ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പലപ്പോഴും അങ്ങനെയാണ് വയ്ക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത്. ഇനി എനിക്ക് മോര് കാച്ചാനുണ്ട്, ബീഫ് കറിയും വെക്കാനുണ്ട്. ഇതെല്ലാം നമ്മൾ ഓടി നടന്ന് ചെയ്താൽ മാത്രമേ ഇതെല്ലാം പെട്ടെന്ന് തീരത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി നമ്മളുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് റെസ്റ്റ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഏത് സമയം അടുക്കളയിൽ ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. അടുക്കളയിൽ ജോലിയാണെങ്കിലും പുറത്തുള്ള ജോലിയാണെങ്കിലും നമുക്ക് നമ്മളുടെ ജോലികളാണ്. നമുക്ക് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് വേണമല്ലോ. നമുക്ക് നമ്മളുടേതായ കുറേ കാര്യങ്ങളില്ലേ, അതുമൊക്കെ ചെയ്യാൻ നമുക്ക് സമയം വേണ്ടേ. അതിന് ബാക്കി നമുക്ക് ഇങ്ങനെയുള്ള ജോലികളൊന്നും പെൻഡിങ് ഇടാൻ പറ്റത്തില്ല. ഇത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ്. നമ്മൾ ചെയ്ത് തീർത്തേ പറ്റത്തുള്ളൂ.
ബീഫ് കറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോര് കാച്ചണം, പിന്നീട് മീൻ പൊരിക്കണം. ഇത്രയും ജോലി കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം ഉച്ചക്കലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ അത് കുശാലായിട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് അടുത്തത്. അതേപോലെ തന്നെ 2 പേർക്ക് കൊടുത്തു വിടാനുമുണ്ട്. എൻ്റെ അടുക്കള ഒരു പൂരപ്പറമ്പ് കണക്ക് കിടക്കുന്നുണ്ട്. ഈ അടുക്കള മൊത്തം എനിക്ക് വൃത്തിയാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ല കുശാലായിട്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ഈ ക്ഷീണങ്ങളെല്ലാം മാറും. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഞാൻ റെസ്റ്റ് എടുക്കാൻ പോട്ടെ. ഓക്കെ, ബൈ. വീണ്ടും കാണാം. സി യു.